ഹായ് എവറി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുതേ. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റൻ്റ് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റൻ്റ് ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സെമി കണ്ടക്ടർ ലാബോറട്ടറി ഇപ്പോൾ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റൻ്റ് തസ്തികയിലായി മൊത്തം 25 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2025 ജനുവരി 27 മുതൽ 2025 ഫെബ്രുവരി 26 മുമ്പേ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. മാക്സിമം ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് യോഗ്യതയുള്ളവർ. 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് സെമി കണ്ടക്ടർ ലാബോറട്ടറി. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ്. ഒഴിവുകളുടെ എണ്ണം 25. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 25,500 മുതൽ 81,100 വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി പറഞ്ഞതാണ് 2025 ജനുവരി 27. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 26 ആണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പ്രായപരിധി 18-നും 25-നും ഇടയിലുള്ളവർക്കും അതേ ഏജ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ബിരുദം. കമ്പ്യൂട്ടറിൽ പ്രാവീണ്യം നേടിയിരിക്കണമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കാറ്റഗറി UR OBC EWS കാറ്റഗറിയിൽ പെട്ടവർക്ക് 944 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. OBC BC SC ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 472 രൂപയാണ്. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.